നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. പെരുമ്പിളിശ്ശേരിയിൽ നിന്ന് വാദ്യമേളങ്ങളോടെയാണ് റാലി നടന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി CK വിനോദ് അവണിശ്ശേരി മണ്ഡലത്തിൽ പ്രചരണം നടത്തി. വാഹന പ്രചരണ ജാഥയോടെയായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. വള്ളച്ചിറ ഗ്രാമപഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചേർപ്പ് പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. പെരുമ്പിളിശ്ശേരിയിൽ നിന്ന് വാദ്യമേളങ്ങളോടെയാണ് റാലി നടന്നത്. പെരുമ്പിളിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റാലി തായംകുളങ്ങരയിൽ സമാപിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 22 സ്ഥാനാർത്ഥികൾ, 4 ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികൾ, 2 ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുത്ത റാലിയിൽ നിരവധി പേർ അണിനിരന്നു. റാലിക്ക് ശേഷം മഹാത്മാ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം CPI ദേശീയ കൌൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഏപ്രിൽ 5-ാം തീയതി അധികാരത്തിൽ വന്നു. അപ്പോൾ ആ ഗവൺമെന്റിന്റെ ആദ്യത്തെ നിയമസഭയിലെ നയപ്രഖ്യാപനം, ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു നയപ്രഖ്യാപനം ഗവർണറാണ്, അതിൻ്റെ ഭരണഘടനാപരമായി അങ്ങനെയാണ് ഗവർണറാണ് പറയുക. ഗവർണർ പറയുമ്പോൾ എൻ്റെ സർക്കാർ എന്ന് പറയും. അപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം, ആ നയപ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ബജറ്റ് അന്നത്തെ ധനകാര്യമന്ത്രി സഖാവ് അച്യുത മേനോൻ അവതരിപ്പിക്കും. അത് ഇതിൽ നിന്നുകൊണ്ടാണ്. അതാണ് നമ്മൾ തുടർന്നു പോകുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നീട് വന്ന ഓരോ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ജനങ്ങളുടെ ക്ഷേമം, ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, അതാണ് ക്ഷേമം എന്ന് പറയുമ്പോൾ ജീവിതം മെച്ചപ്പെടുത്തുക, തൊഴിലുണ്ടാവണം, തൊഴിൽ ചെയ്ത കൂലി കിട്ടണം, കുടുംബം പുലർത്താൻ കഴിയണം, ഭക്ഷണം കൃത്യമായി ഭക്ഷണം കിട്ടണം, ഇപ്പോൾ റേഷൻ സമ്പ്രദായം, റേഷൻ കടകൾ, തൊഴിൽ വ്യാപകമായി തൊഴിൽ ചെയ്താൽ പോരാ, തൊഴിൽ ചെയ്യുമ്പോൾ കൂലി കിട്ടണം, ആ കൂലിക്ക് ഒരു നിശ്ചിതമായ ഉറപ്പുണ്ടാകണം, അങ്ങനെ മിനിമം വേതന നിയമം വരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക. അതിൻ്റെ തുടർച്ചയാണ് കുട്ടികൾക്കെല്ലാം സാർവത്രികമായി വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ആശുപത്രി ചികിത്സാ സൗകര്യങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ജനങ്ങളുടെ ജീവിതത്തെ, അതാണ് സർവീസ് മേഖലകൾ, സേവന മേഖലകൾ, അങ്ങനെ കെട്ടിപ്പടുത്ത കേരളത്തിൻ്റെ വികസനം, എല്ലാ തൊഴിൽ മേഖലകളെ പ്രത്യേകിച്ച് പരമ്പരാഗതമായി തൊഴിലെടുക്കുന്ന എല്ലാ മേഖലകളെയും ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തണം. CPI നേതാവ് നാരായണദാസ് അധ്യക്ഷനായി. CPM നേതാക്കളായ AS ദിനകരൻ, KK അനിൽ, PK ലോഹിതാക്ഷൻ, അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് AV സഹദേവൻ, CPI നേതാക്കളായ KK ജോബി, PS സനത്, ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി CK വിനോദ് അവണിശ്ശേരി മണ്ഡലത്തിൽ പ്രചരണം നടത്തി. വാഹന പ്രചരണ ജാഥയോടെയായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. വെള്ളിയാഴ്ച രാവിലെ പാലക്കൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രചരണം രാത്രി 8 മണിയോടെ ആനക്കല്ല് സെന്ററിൽ സമാപിച്ചു. KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KP അനൂപ് അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, DCC ജനറൽ സെക്രട്ടറി TK പൊറിഞ്ചു, UDF നാട്ടിക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം, കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ രാസ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ AB അനീഷ്, KR ശ്രീനിവാസൻ, CK നന്ദകുമാർ, VI ജോൺസൺ, ജോയ് പയ്യപ്പള്ളി, NB ശ്രീജിത്ത്, റോസിലി ജോയ്,
വിനയ സച്ചിൻ, രശ്മി ബൈജു എന്നിവർ സംസാരിച്ചു. വൈകിട്ട് ആനക്കല്ല് സെന്ററിൽ നടന്ന സമാപന സമ്മേളനം KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. 100ഓളം പ്രവർത്തകരാണ് വാഹന പ്രചരണ ജാഥയിൽ പങ്കെടുത്തത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് VA വിജയൻ അധ്യക്ഷനായി. KK വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി. AS ദിനകരൻ, P ചന്ദ്രൻ, OS സുബീഷ്, N മനോജ്, സോഫി ഫ്രാൻസിസ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ CS സംഗീത്, അമ്പിളി വേണു, CP ദാസൻ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങൾ, ബോധവൽക്കരണ എക്സിബിഷൻ എന്നിവയോടെയായിരുന്നു ക്രിസ്തുമസ് ആഘോഷം. ക്രിസ്മസ് കാർഡ് നിർമ്മാണം, നക്ഷത്ര നിർമ്മാണം, പുൽക്കൂട് നിർമ്മാണം, കരോൾ ഗാനാലാപനം തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം നടന്നത്. സ്കൂൾ മാനേജർ ഫാദർ റാഫി തട്ടിൽ ക്രിസ്മസ് സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ബിജു തൃശൂക്കാരൻ ക്രിസ്മസ് കേക്ക് മുറിച്ചു. പ്രധാനാധ്യാപിക AJ പ്രിൻസി, MPTA പ്രസിഡന്റ് ശ്രീജി, കൺവീനർ ബിന്ദു പുഷ്പം എന്നിവർ സംസാരിച്ചു. മൊബൈൽ, ജങ്ക് ഫുഡ് എന്നിവയ്ക്ക് അടിമപ്പെടാതിരിക്കാനുള്ള ബോധവൽക്കരണത്തിനായി എക്സിബിഷനും ക്രിസ്മസ് ആഘോഷത്തിൽ ഒരുക്കിയിരുന്നു. പാറളം മണ്ഡലം ചേർപ്പ് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥി CK വിനോദിന്റെ സ്ഥാനാർത്ഥി പര്യടനം തുടരുന്നു. ശനിയാഴ്ച രാവിലെ ചേനത്ത് നിന്നാണ് പര്യടനം തുടങ്ങിയത്. MK അബ്ദുൽ സലാം പര്യടനം ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 7 മണിക്ക് കോടന്നൂരിൽ നടന്ന സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, TK പൊറിഞ്ചു, AP രാമകൃഷ്ണൻ, M സേതുമാധവൻ, ബിന്ദു അശോകൻ, ബാലു കനാൽ, സന്തോഷ് കുമാർ സെൻ, TK രാജു, ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ, പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി CK വിനോദിന് ആവേശകരമായ സ്വീകരണമാണ് മണ്ഡലത്തിൽ ലഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പ്രകടന പത്രിക പുറത്തിറക്കി UDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കാളമുറി UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ AICC സെക്രട്ടറി TN പ്രതാപൻ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. KB അനിൽകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ CJ പോൾസൺ, KF ഡൊമിനിക്, നേതാക്കളായ PT മുജീബ്, PK നജമുദ്ദീൻ, UY ഷമീർ, ജിനൂബ് അബ്ദുറഹ്മാൻ, CJ ജോഷി, അനസ് അബൂബക്കർ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. LDF എടതിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. CV സെന്ററിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി പുളിഞ്ചോട് സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PK ഷാജു അധ്യക്ഷനായി. ET ടൈസൺ MLA, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, TP രഘുനാഥ, മഞ്ജുള അരുണൻ, അമൽ T പ്രേമൻ, KS ജയ, AV സതീഷ്, ഷീന വിശ്വൻ, KC ശിവരാമൻ, MM ഗിരീന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. കയ്പമംഗലത്ത് കപ്പേള കുത്തി തുറന്ന നിലയിൽ. കയ്പമംഗലം പോർട്ട് സെന്ററിലെ വേളാങ്കണ്ണിമാത കപ്പേളയാണ് കുത്തി തുറന്നത്. ദേശീയപാതയോരത്ത് പെട്രോൾ പമ്പിനടുത്തുള്ളതാണ് വേളാങ്കണ്ണി മാതാ കപ്പേള. കയ്പമംഗലം സെയിന്റ് ജോസഫ് പള്ളിക്ക് കീഴിലുള്ളതാണ് കപ്പേള. ശനിയാഴ്ച രാവിലെ പ്രദേശവാസിയാണ് കപ്പേള കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തിയത്. മുൻഭാഗത്തെ ഗ്ലാസ് വാതിലിന്റെ ലോക്ക് തകർത്താണ് അജ്ഞാതൻ അകത്ത് കയറിയിട്ടുള്ളത്. ഗ്ലാസ് ജനലും തുറന്ന നിലയിലായിരുന്നു. മോഷണ ശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് കരുതുന്നത്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയ സ്കൂൾ ഗെയിംസിൽ സബ് ജൂനിയർ വിഭാഗം നീന്തൽ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന താരത്തിന് ഊഷ്മളമായ യാത്രയയപ്പ്. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വെങ്കലം നേടിയ താരത്തിന് അനുമോദനം. ചിന്ത്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി VN നിവേദിയാണ് കേരളത്തെ പ്രതിനിധീകരിച്ച ദേശീയ സ്കൂൾ ഗെയിംസിൽ സബ് ജൂനിയർ വിഭാഗം നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഡിസംബർ 11 മുതൽ 17 വരെ ഡൽഹിയിലാണ് ദേശീയ സ്കൂൾ നീന്തൽ മത്സരം നടക്കുന്നത്. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ 100, 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മീറ്റർ റെക്കോർഡ് സ്വർണവും, 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ സ്വർണവും, 4x100 മീറ്റർ മെഡ്ലെ റിലേയിൽ വെള്ളിയും നേടിയാണ് നിവേദ്യ ദേശീയ മത്സരത്തിനുള്ള അർഹത സ്വന്തമാക്കിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്ത്, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, ഡെപ്യൂട്ടി HM KS ബിന്ദു, LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, അധ്യാപകരായ ബിജു മോഹൻ ബാബു, TN സിജിൽ, KR ഗിരീഷ് എന്നിവർ സംസാരിച്ചു. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കല മെഡൽ നേടിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി പാർവതി നിതീഷിനെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി അമൽ T പ്രേമൻ എടത്തിരുത്തി പഞ്ചായത്തിൽ 2ാം ഘട്ട പര്യടനം നടത്തി.
ചന്ദ്രാപിന്നി മാരാത്ത ക്ഷേത്ര പരിസരത്ത് പര്യടനം സമാപിച്ചു. രണ്ടാംഘട്ട പര്യടനത്തിന്റെ സമാപനം ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. KC സുധീഷ് അധ്യക്ഷനായി. LDF നേതാക്കളായ അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, PC രാജേവ, PK ഷാജു, ഷീന വിശ്വൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,930 രൂപ, പവന് 95,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. പെരുമ്പിളിശ്ശേരിയിൽ നിന്ന് വാദ്യമേളങ്ങളോടെയാണ് റാലി നടന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ചേർപ്പ് ഡിവിഷൻ UDF സ്ഥാനാർത്ഥി CK വിനോദ് അവണിശ്ശേരി മണ്ഡലത്തിൽ പ്രചരണം നടത്തി. വാഹന പ്രചരണ ജാഥയോടെയായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. വള്ളച്ചിറ ഗ്രാമപഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.